നീയാണ് ജോലി തെറിപ്പിച്ചതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കേട്ടതേ MLA യുടെ മോളല്ല, സ്വന്തം ഭാര്യയല്ലേടാ. നാണക്കേട്, മഹാപാപം. കണ്ണിച്ചൊരയില്ലാത്ത പ്രവൃത്തിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് ശരിക്കും അനുഭവിച്ചറിയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇത്രയ്ക്ക് മഹാപാപം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു? അതും ജനിപ്പിച്ച തന്തയോട്. അച്ഛന്റെ ജോലി കളഞ്ഞത് ഞാനാണെന്ന് ഓർക്കാതെ പറഞ്ഞുപോയി. അടക്കം പറയുന്നതെല്ലാം കാന്തക്കട്ട പോലെ ഊറ്റിയെടുക്കുന്ന 2 ചെവിയുണ്ടെന്ന് ഞാൻ ഓർമ്മിച്ചില്ല. ഓർമ്മിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം എനിക്ക് വരില്ലായിരുന്നു. ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൊണ്ട് പുറത്തേക്ക് തള്ളേണ്ടവളാണ് ഭാര്യ. അങ്ങനെയുള്ള നീ തന്നെ അത് പുറത്ത് പറഞ്ഞെന്തിനാടി? ഞാനല്ല, എന്റെ മനസാക്ഷിയെ പുറത്തറിയിച്ചത്. അടക്കം പറഞ്ഞതാണെങ്കിലും ചങ്കില് കത്തി കയറുന്ന അനുഭവം എനിക്കുണ്ടായത് നിങ്ങളുടെ അച്ഛനല്ലേ അത്? സ്വന്തം അച്ഛനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. ഓട്ടോറിക്ഷ കത്തിച്ചത് നിങ്ങളാണെന്ന് എങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടത്? നിങ്ങളുടെ കത്തിക്കരിഞ്ഞ മുണ്ടിന്റെ അറ്റം കണ്ടിട്ട്. അതുപോലെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ആര് ചെയ്താലും അത് പുറത്തു കൊണ്ടുവരാനുള്ള വഴിയും ദൈവം കണ്ടിരിക്കും. അതിനുള്ള കാരണമായിരുന്നു നിങ്ങളുടെ അടക്കം പറച്ചില്. എന്തായാലും എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്റെ ചേടത്തൊന്ന് കിട്ടിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്ത് സമാധാനം കിട്ടാൻ? എത്ര തല്ലുകൊണ്ടാലും നന്നാവുന്നൊരു ജന്മം അല്ലല്ലോ എന്റെ ഭർത്താവിന്റേത്. സുചിത്രേ, എന്നാ നീ കേട്ടോ, ഞാൻ അച്ഛന്റെ ജോലി കളയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ ജീവിക്കുന്നതോ? എടീ, എന്റെ വീട് വയ്ക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സെക്യൂരിറ്റി ആയിട്ടാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. അതിന് പലപ്പോഴും പല സാധനങ്ങളുമായിട്ട് എനിക്ക് അങ്ങോട്ട് പോവേണ്ടി വരും. ഓ, വീട് കണ്ട് കണ്ണുവെക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കഷ്ടം. പ്രകാശേട്ടാ, ഒരാളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അയാളുടെ അച്ഛനായിരിക്കും. എടീ, നമ്മൾ കണ്ട് നടക്കാതെ പോയ പല സ്വപ്നങ്ങളും മറ്റൊരാളെ നടത്തി കാണിക്കുമ്പോ അവരോട് കണ്ണുകടിയും കുശുമ്പൊക്കെ തോന്നുന്നത് സ്വാഭാവികം. ഒന്നാമത്, കണ്ണു വീഴാതിരിക്കാൻ ഒരു കോലം പോലും ഞാൻ അവിടെ തൂക്കിയിട്ടില്ല. കൊള്ളാം, നന്നായിരിക്കുന്നു. സ്വന്തമായൊരു വീടുണ്ടായി അങ്ങോട്ട് മാറുന്നത് സ്വപ്നം കണ്ട് കഴിയുന്നവളല്ലേ നീയെ? പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? എന്തൊക്കെയോ വൃത്തികെട്ട ഏർപ്പാടുകൾ അച്ഛനിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രകാശേട്ടൻ അച്ഛനെ ഒഴിവാക്കിയത്? ആ സ്ഥിതിക്ക് പ്രകാശേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ. നീ ജന്മം നന്നാവില്ല സുചിത്രേ. തന്നെ പോക്കാതെ ധർമ്മമില്ല എന്നാ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം നേടാൻ നെഞ്ചിൽ ചവിട്ടി കടക്കേണ്ടത് സ്വന്തം അച്ഛനമ്മമാരുടേതായാലും ശരി, നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഈ പ്രകാശന്റെ ഫിലോസഫി. മാനത്തെ കൊട്ടാരം